ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അസി-റോക്കിയും സിജോ ജോണും തമ്മിലുള്ള പ്രശ്നം കോടതി കയറുന്നു. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംപ്രേഷണ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം. ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഈ മാസം 25-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് പരാതി. ഒരു മത്സരാർത്ഥി മറ്റേ മത്സരാർത്ഥിയെ പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻഡോമോർഷൈൻ, ബാനിജെ, അതുപോലെ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സീസണിലെ 15-ാം ദിവസം സംഭവിച്ച കാര്യങ്ങൾ സംപ്രേഷണം ചെയ്ത 16-ാം എപ്പിസോഡാണ് പരാതിക്ക് ഇടയാക്കിയത്. ഈ സീസണിലെ 2 മത്സരാർത്ഥികളായ അസിൻ എസ്.കെ അഥവാ അസി-റോക്കിയും അതുപോലെ തന്നെ സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അസി-റോക്കി സിജോയുടെ താടിയെല്ലിന് പരിക്കേൽപ്പിച്ചു. സിജോയ്ക്ക് താടിയെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. ശസ്ത്രക്രിയ വേണ്ടി വന്നു. അസി-റോക്കിയുടെ പ്രവൃത്തി IPC സെക്ഷൻ 320, 325 പരിധിയിൽ വരുന്നതാണ്. ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ലംഘിച്ചതായി പരാതിയിൽ പറയുന്നു. വിവാദ ദൃശ്യങ്ങൾ പരിപാടിയുടെ പ്രമോഷന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതും IT നിയമലംഘനമാണ്. സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ ആരെയും കൂസാതെ എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതക്കാരനായിരുന്നു റോക്കി. എന്നാൽ റോക്കിക്ക് തീരെയില്ലാത്തത് ക്ഷമയായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രവോക്ക് ആവുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു റോക്കി. ടാസ്കിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് റോക്കി സിജോയെ പരിക്കേൽപ്പിക്കുന്നത്. തർക്കത്തിനിടയിൽ ധൈര്യമുണ്ടെങ്കിൽ ശരീരത്തിൽ തൊട്ടുനോക്കാൻ റോക്കി പറഞ്ഞപ്പോൾ സിജോ തോളിൽ കൈവച്ചു. അപ്പോൾ റോക്കി സിജോയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിയേറ്റ ആഘാതത്തിൽ സിജോ നിശ്ചലനായി. മറ്റുള്ള മത്സരാർത്ഥികൾ ചേർന്നാണ് ഇവരെ പിടിച്ചു മാറ്റിയത്. പിന്നീട് റോക്കി തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചു. താൻ ചെയ്തത് ഒരു ഗുരുതര തെറ്റാണെന്ന് റോക്കിക്ക് മനസ്സിലായി. സിജോയ്ക്ക് യാതൊരുവിധ പരാതികളില്ലെന്നും റോക്കി തൻ്റെ ഫ്രണ്ടാണെന്നും ഈ ചെയ്ത പ്രവൃത്തി മൂലം സിജോയ്ക്ക് റോക്കിയോട് ഒരു വിധത്തിലുള്ള ശത്രുതയുമില്ലെന്നും സിജോ ബിഗ് ബോസിനോട് പറയുകയുണ്ടായി. പക്ഷേ സഹമത്സരാർത്ഥിയെ മർദ്ദിച്ചത് ഹൗസിൻ്റെ റൂൾസിനെതിരായതുകൊണ്ട് റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കി. സിജോ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇപ്പോൾ വിശ്രമത്തിലാണ്. പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്ന 2 മത്സരാർത്ഥികളായിരുന്നു സിജോയും റോക്കിയും. അതിൽ റോക്കി പുറത്തായി. സിജോയുടെ തുടർ പങ്കാളിത്തം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. സിജോ തിരിച്ചു വരുമോ എന്ന് പോലും നമുക്കറിയില്ല. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ. അതുപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.